Hello all, welcome back to once. നമ്മൾ പ്രാക്ടീസ് സെഷന്റെ മോഡ്യൂൾ നമ്പർ 4 ആണെന്ന്. 4-ല് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മെഷീൻസ് ആണ്. മെഷീൻസിൽ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന ടോപ്പിക് ഈസ് ട്രാൻസ്ഫോമർ. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫോമറിന്റെ വി വിൽ ഡിസ്കസ് 10 ക്വസ്റ്റ്യൻസ് ഫ്രം ട്രാൻസ്ഫോമർ. ലെറ്റ് us start. Question number 1. The desirable properties of transformer core material are. Transformer core material inde properties ഏതൊക്കെയാണ്? Low permeability, low hysteresis loss, high permeability, high hysteresis loss, high permeability, low hysteresis loss, and low permeability, high hysteresis loss. We know hysteresis loss should be always low, അല്ലേ? ലോസ് എന്തായിരിക്കണം? എപ്പോഴും it should be as low as possible. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ ബി ഹൈ ഹിസ്റ്ററിസിസ് ലോസ്, ഇവിടെയും ഓപ്ഷൻ ഡിയിൽ ഹൈ ഹിസ്റ്ററിസിസ് ലോസ്, ഈ രണ്ട് ഓപ്ഷനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് എന്താണ്? ഇറ്റ് ഈസ് പെർമിയബിലിറ്റി. എന്താണ് പെർമിയബിലിറ്റി? പെർമിയബിലിറ്റി മീൻസ് ദ ഈസിനെസ് വിത്ത് വിച്ച് മാഗ്നറ്റിക് ഫ്ലക്സ് ക്യാൻ ബി പാസ്ഡ് ത്രൂ ദ കോർ. അതായത് ഒരു ഹൈ പെർമിയബിലിറ്റി മെറ്റീരിയൽ ആണെങ്കിൽ, ഹൈ പെർമിയബിലിറ്റി മെറ്റീരിയൽ ആണെങ്കിൽ ഇറ്റ് വിൽ ബി എ ലോ റിലക്റ്റൻസ് മെറ്റീരിയൽ. എന്തായിരിക്കും അതിൻ്റെ റിലക്റ്റൻസ്? വിൽ ബി ലോ. റിലക്റ്റൻസ് ലോ ആയാൽ ഫ്ലക്സ് വിൽ ബി ഹൈ. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫോമറിൽ വേണ്ടത് എന്താണ്? വി വാണ്ട് ഹൈ ഫ്ലക്സ്. സോ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുക ഇറ്റ് വിൽ ബി ഹൈ പെർമിയബിലിറ്റി. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ സി, ഹൈ പെർമിയബിലിറ്റി ആൻഡ് ലോ ഹിസ്റ്ററിസിസ് ലോസസ്. നമ്മൾ ട്രാൻസ്ഫോമർ കോർ ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണ്? ഇറ്റ് ഈസ് കോർ മെറ്റീരിയൽ ഈസ് സിലിക്കൺ സ്റ്റീൽ. ഇറ്റ് ഈസ് സിലിക്കൺ സ്റ്റീൽ. എന്താണ് സിലിക്കൺ സ്റ്റീൽ? 4 to 5% ഓഫ് സിലിക്കൺ ഈസ് ആഡഡ് വിത്ത് സ്റ്റീൽ. ഓക്കെ, സിലിക്കൺ സ്റ്റീൽ ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. Therefore, it has a superior magnetic properties. Okay, silicon steel has a superior magnetic properties. Superior magnetic property. അതെന്ത് മെറ്റീരിയൽ ആണ്? ഇറ്റ് ഈസ് ഫെറോമാഗ്നറ്റിക്. സിലിക്കൺ സ്റ്റീൽ യൂസ് ചെയ്താൽ നമുക്ക് ഹിസ്റ്ററിസിസ് ലോസ് ആൻഡ് എഡി കറന്റ് ലോസ് നമുക്ക് വി ക്യാൻ ഡിക്രീസ്. സിലിക്കൺ സ്റ്റീൽ യൂസ് ചെയ്താൽ ഹിസ്റ്ററിസിസ് ആൻഡ് എഡി കറന്റ് ലോസസ് നമുക്ക് ഡിക്രീസ് ചെയ്യാൻ സാധിക്കും. ആൻഡ് സിലിക്കൺ സ്റ്റീൽ ഈസ് എ ഹൈ പെർമിയബിലിറ്റി മെറ്റീരിയൽ. ഹൈ പെർമിയബിലിറ്റി. അപ്പോൾ ഇതൊക്കെയാണ് സിലിക്കൺ സ്റ്റീലിന്റെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ്. ഓക്കെ, നൗ മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 2. A 200-volt, 100-volt, 50 Hz transformer is to be excited at 40 Hz from 100-volt side. For the exciting current to be same, the applied voltage should be. See, ഈ ചോദ്യം it is based on EMF equation of a transformer. എന്താണ് ട്രാൻസ്ഫോമറിന്റെ EMF equation? It is E is equal to 4.445 T. അല്ലെ? E is equal to 4.445 T. 5 ഫ്ലക്സ് ആണ്, F ഫ്രീക്വൻസി ആണ്, T നമ്പർ ഓഫ് ടേൺസ് ആണ്. അപ്പോൾ ഇതിൽ 4.44ഉം നമ്പർ ഓഫ് ടേൺസ് വിൽ ബി ഓൾവേസ് കോൺസ്റ്റന്റ്, അല്ലെ? അപ്പോൾ നമുക്ക് എഴുതാൻ സാധിക്കും E ഈസ് പ്രൊപ്പോർഷണൽ ടു 5F. E ഈസ് പ്രൊപ്പോർഷണൽ ടു 5F. ഇനി നമ്മളെ ചോദ്യത്തിലുണ്ട് ഫോർ എക്സൈറ്റിംഗ് കറന്റ് ടു ബി സെയിം. എക്സൈറ്റിംഗ് കറന്റ് സെയിം ആണ്. അതിന്റെ മീനിങ് എന്താ? എക്സൈറ്റിംഗ് കറന്റ് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എക്സൈറ്റിംഗ് കറന്റ് IE പ്രൊഡ്യൂസ് വർക്കിംഗ് ഫ്ലക്സ് ഫൈ, അല്ലെ? വർക്കിംഗ് ഫ്ലക്സ് ഫൈ. അപ്പോൾ എക്സൈറ്റിംഗ് കറന്റ് സെയിം ആണ് എന്നത് കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് ഫ്ലക്സ് റിമെയിൻസ് സെയിം, ഫ്ലക്സ് റിമെയിൻസ് കോൺസ്റ്റന്റ്. അപ്പോൾ എന്താണ് ഫ്ലക്സ്? ഫ്ലക്സ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു E/5. Or we can say whenever flux is constant, V/F will always be a constant. അപ്പോൾ ആദ്യത്തെ കേസിൽ V/F എന്താണ്? V is 100, F is 50.
100/50. നെക്സ്റ്റ് കേസിൽ എന്തായിരിക്കണം V by our frequency is 40 അല്ലെ. 40 ഹെർട്സ് സപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കണം V എന്നതാണ് ചോദ്യം. അപ്പോൾ ഇവിടുന്ന് വാട്ട് ഈസ് V will be 40/50 into 100 or 4/5 into 100. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ you will get 4 into 20, so it will be 80 volt. So answer should be option B, 80 volt. അതായത് 150 ഹെർട്സിന് പകരം നിങ്ങൾ 40 ഹെർട്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫോർ വർക്കിംഗ് ഫ്ലക്സ് ടു ബി സെയിം 100 വോൾട്ടിന് പകരം യു ഹാവ് ടു യൂസ് 80 വോൾട്ട്. ഓക്കെ, സോ ഈ ഒരു കോൺസെപ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ദ EMF equation of a transformer. Moving on to question number 3. What is the load at which maximum efficiency occurs in case of a 100 kVA transformer with iron loss of 1 kilowatt and full load copper loss of 2 kilowatt? We know at maximum efficiency iron loss is equal to copper loss. And then at maximum efficiency iron loss equal to x square copper loss. ഇവിടെ എന്താണ് WCU is full load copper loss. WCU full load copper loss. എന്താണ് x square WCU? copper loss at any load അല്ലെ. copper loss at any load. അത് ഓൾവേസ് പ്രൊപ്പോർഷണൽ ടു എക്സ് സ്ക്വയർ. കാരണം കോപ്പർ ലോസിൽ I സ്ക്വയർ ആണ് അല്ലെ. അപ്പോൾ I സ്ക്വയർ വരുന്നത് കൊണ്ട് തന്നെ ഐക്ക് പകരം നമ്മൾ XI സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ there will be x സ്ക്വയർ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. WI is equal to x സ്ക്വയർ WCU. അപ്പോൾ എന്താണ് അയൺ ലോസ്? അയൺ ലോസ് is 1 equal to x സ്ക്വയർ കോപ്പർ ലോസ്. ഫുൾ ലോഡ് കോപ്പർ ലോസ് is 2. അപ്പോൾ എന്താ x സ്ക്വയർ? x സ്ക്വയർ is equal to 1/2 or x equal to 1/√2, അതായത് 0.707. ഇതാണ് x. ചോദ്യം ലോഡ് ആണ് അല്ലെ. ലോഡ്. അപ്പോൾ എന്തായിരിക്കും ലോഡ്? ഇറ്റ് വിൽ ബി x into full load. What is x? 0.707. Full load is 100 kVA. So answer will be 70.7 kVA. അതായത് ലോഡ് 70.7 ആകുമ്പോൾ നമ്മുടെ അയൺ ലോസും കോപ്പർ ലോസും ഇറ്റ് വിൽ ബി ഈക്വൽ അല്ലെ. ഇറ്റ് വിൽ ബി ഈക്വൽ ആൻഡ് ദാറ്റ് വാല്യൂ വിൽ ബി 1 kilowatt. അപ്പൊ ഇതാണ് എഫിഷ്യൻസി വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം. നെക്സ്റ്റ് പ്രോബ്ലം, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ വോൾട്ടേജ് റെഗുലേഷൻ അല്ലെ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ വോൾട്ടേജ് റെഗുലേഷൻ. നോക്കാം. A transformer has a percentage resistance of 2% and percentage reactance of 4%. എന്താണ് percentage resistance is given as 2% and percentage reactance is 4%. What are its regulation at power factor 0.8 lag and 0.8 lead? അപ്പൊ എന്താ വോൾട്ടേജ് റെഗുലേഷന്റെ ഇക്വേഷൻ? ഇറ്റ് ഈസ് പെർസെൻറ്റേജ് R cos phi പ്ലസ് മൈനസ് പെർസെൻറ്റേജ് X sin phi അല്ലെ. പ്ലസ് ഫോർ ലാഗ് ആൻഡ് മൈനസ് ഫോർ ലീഡ്. ഇവിടെ ഓർത്ത് വെക്കേണ്ടത് ദിസ് ഫോർമുല ഈസ് ഓൺലി ഫോർ ഫുൾ ലോഡ് അല്ലെ. ഫുൾ ലോഡ്. ഇനി അറ്റ് എനി അതർ ലോഡ് ആയിരുന്നെങ്കിൽ വോൾട്ടേജ് റെഗുലേഷൻ വിൽ ബി എക്സ് ടൈംസ് പെർസെൻറ്റേജ് R cos phi പ്ലസ് മൈനസ് പെർസെൻറ്റേജ് X sin phi. ഇവിടെ ലോഡിങ്ങിനെ പറ്റി ഒന്നും ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്തിട്ടില്ല. സോ വി വിൽ കൺസിഡർ ഇറ്റ് ആസ് ഫുൾ ലോഡ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസ് 0.8 ലാഗ്. ഫസ്റ്റ് കേസ് 0.8 ലാഗ് ആണെങ്കിൽ എന്തായിരിക്കും വോൾട്ടേജ് റെഗുലേഷൻ? ഇറ്റ് വിൽ ബി പെർസെൻറ്റേജ് R cos phi പ്ലസ് പെർസെൻറ്റേജ് X sin phi.
Percentage R means it is 2%. So 0.02 cos phi, power factor 0.8, plus percentage X 4%, 0.04 sin phi. Cos phi 0.8 anengil, sin phi will be 0.6. So this will come around 8 to 16, 0.016 plus 6 4 24, 0.024. So the answer will be 10 1.04. അതായത് it will be 4%. Okay. ഇതാണ് at 0.8 lag. At 0.8 lead ആയിരുന്നെങ്കിൽ 0.8 lead ആയിരുന്നെങ്കിൽ voltage regulation will be percentage R cos phi minus percentage X sin phi. Again, if you substitute, you will get 0.016 minus 0.024. അപ്പോൾ എന്ത് വരും? It will be minus 0.24 minus 16, 8 ആണ് അല്ലേ? So 0.08, അതായത് minus 0.8%. So 4% and minus 0.8%. Okay. So the correct answer will be option A. ഇവിടെ minus 0.8% ആണ് കേട്ടോ. അപ്പൊ ഇതാണ് വോൾട്ടേജ് റെഗുലേഷൻ. വോൾട്ടേജ് റെഗുലേഷനിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട വേറൊരു കാര്യം കൂടെ അതിന്റെ പ്ലോട്ടാണ് അല്ലേ? Voltage regulation. How will be the plot? It will be something like this. X-axis power factor. അപ്പോ ഇതാണ് maximum voltage regulation. What is the value of maximum voltage regulation? It is percentage Z. Impedance ട്ടോ. What is the maximum of voltage regulation at 0 power factor എന്തായിരിക്കും? At unity power factor. ഇവിടെയാണ് യൂണിറ്റി പവർ ഫാക്ടർ അല്ലേ? അപ്പൊ യൂണിറ്റി പവർ ഫാക്ടറിലുള്ള വോൾട്ടേജ് റെഗുലേഷന്റെ വാല്യൂ ഇതാണ്. ആൻഡ് ഇറ്റ്സ് വാല്യൂ വിൽ ബി പെർസെൻറ്റേജ് ആർ. ഇനി ദ പവർ ഫാക്ടർ അറ്റ് വിച്ച് maximum voltage regulation occurs and at which zero voltage regulation occurs അല്ലേ? ഇവിടെയാണ് സീറോ വോൾട്ടേജ് റെഗുലേഷൻ. ഇവിടെ വരുന്ന വേറെ ഒരു ചോദ്യം, സീറോ വോൾട്ടേജ് regulation always occurs at leading power factor അല്ലേ? At leading power factor. Zero voltage regulation always occurs at leading power factor. ഇനി നമുക്ക് ഇതും കൂടെ വേണം. മാക്സിമം വോൾട്ടേജ് റെഗുലേഷൻ ഒക്കർ ചെയ്യുന്ന പവർ ഫാക്ടർ ആൻഡ് സീറോ വോൾട്ടേജ് ഒക്കർ ചെയ്യുന്ന പവർ ഫാക്ടർ. അതിന് ഏറ്റവും എളുപ്പം ആദ്യം സീറോ വോൾട്ടേജ് റെഗുലേഷൻ ഒക്കർ ചെയ്യുന്ന പവർ ഫാക്ടർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. എന്നാൽ വോൾട്ടേജ് റെഗുലേഷൻ ഇറ്റ് ഈസ് പെർസെൻറ്റേജ് ആർ കോസ് ഫൈ മൈനസ് പെർസെൻറ്റേജ് എക്സ് സൈൻ ഫൈ. വൈ ഐ ടുക്ക് മൈനസ്? കാരണം ഞാനിവിടെ ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് സീറോ വോൾട്ടേജ് റെഗുലേഷൻ ആണ്. അപ്പോൾ സീറോ വോൾട്ടേജ് റെഗുലേഷൻ ഓൾവേസ് ഒക്കേഴ്സ് അറ്റ് ലീഡിംഗ് പവർ ഫാക്ടർ. സോ ലീഡിംഗ് പവർ ഫാക്ടർ ആയതുകൊണ്ട് ഐ ഹാവ് ടേക്കൻ ഹിയർ മൈനസ്. ഓക്കെ. So if you solve this, percentage R cos phi equal to percentage X sin phi. So what is tan phi? Tan phi will be equal to percentage R by percentage X. So ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ see tan phi percentage R by percentage X അല്ലെ? tan phi opposite by adjacent. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി പെർസെൻറ്റേജ് Z. അപ്പോൾ ബിനോ ഈ ഒരു ആംഗിളിൽ, ഈ ഫൈ ആംഗിളിലാണ് എന്ത് സീറോ വോൾട്ടേജ് റെഗുലേഷൻ ഒക്കർ ചെയ്യുന്നത്. അപ്പോൾ കോസ് ഫൈ എന്താണ്? വൈ ഐ ടു കോസ് ഫൈ ടു ഫൈൻഡ് ഔട്ട് പവർ ഫാക്ടർ. So cos phi will be percentage X by percentage Z. So zero power factor occur ചെയ്യുന്ന zero voltage regulation occur ചെയ്യുന്ന power factor എന്താണ്? It is percentage X by percentage Z.
ഓക്കെ. ഇനി മാക്സിമം പവർ ഫാക്ടറോ, മാക്സിമം പവർ ഫാക്ടർ എപ്പോഴും ഈ ഒരു ആംഗിൾ ആയിരിക്കും കേട്ടോ. ഞാൻ ഇതിനൊരു തീറ്റ എന്ന് റെപ്രസെന്റ് ചെയ്താൽ വാട്ട് വിൽ ബി കോസ് തീറ്റ? കോസ് തീറ്റ വിൽ ബി പെർസെൻറ്റേജ് ആർ ബൈ പെർസെൻറ്റേജ് സെഡ്. അപ്പൊ ഈ ഒരു ആംഗിളിൽ ഈ ഒരു പവർ ഫാക്ടറിൽ ആയിരിക്കും മാക്സിമം വോൾട്ടേജ് റെഗുലേഷൻ. സോ മാക്സിമം വോൾട്ടേജ് റെഗുലേഷൻ ഒക്കർ ചെയ്യുന്ന പവർ ഫാക്ടർ it will be percentage R by percentage Z. Okay. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പെട്ടെന്ന് സോൾവ് ചെയ്താൽ you will get to the answer. And you can find out the power factor at which maximum voltage regulation and also zero voltage regulation occur ചെയ്യുന്ന പവർ ഫാക്ടർ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഈ ഒരു ഗ്രാഫ് ഓർത്തിരിക്കുക. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. Next, moving on to question number 5. On which of the following factors does hysteresis loss depend? Flux density, frequency, thickness of lamination, time. Hysteresis loss എന്നാണല്ലേ ചോദ്യം. എന്താണ് hysteresis lossന്റെ ഫോർമുല? WH equal to eta B max raised to 1.6 F into V. ഓക്കെ. ഇവിടെ വി വോൾട്ടേജ് അല്ല, വി ഈസ് വോള്യം. വി എന്താണ്? വി വോള്യം, എഫ് ഫ്രീക്വൻസി, ബി മാക്സ് ഈസ് മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി. അപ്പൊ നോക്കുക, ഹിസ്റ്ററിസിസ് ലോസ് ഡിപ്പെൻഡ് ഓൺ ഫ്ലക്സ് ഡെൻസിറ്റി. അതെ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഫ്രീക്വൻസി. യെസ്. തിക്നെസ് ഓഫ് ലാമിനേഷനിൽ ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ടൈം ആൾസോ. സോ ദ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ 1 and 2. That is option B. ഇതാണ് ഹിസ്റ്ററിസിസ് ലോസിന്റെ ഇക്വേഷൻ. എന്താണ് എഡ്ഡി കറന്റ് ലോസിന്റെ ഇക്വേഷൻ? എഡ്ഡി കറന്റ് ലോസ് വിൽ ബി K B max സ്ക്വയർ എഫ് സ്ക്വയർ ടി സ്ക്വയർ. ഇവിടെ ടി എന്താ? ടി ഈസ് തിക്നെസ് ഓഫ് ലാമിനേഷൻ കേട്ടോ. അപ്പോൾ തിക്നെസ് ഓഫ് ലാമിനേഷനിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ലോസ് ഇറ്റ് ഈസ് എഡ്ഡി കറന്റ് ലോസ്. സോ ദിസ് ഫോർമുല ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഫോർമുല ഫോർ ഹിസ്റ്ററിസിസ് ലോസ് ആൻഡ് എഡ്ഡി കറന്റ് ലോസ്. ഓക്കെ. ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് വരാം കേട്ടോ. അപ്പോൾ അങ്ങനെ പ്രോബ്ലംസ് വരികയാണെങ്കിൽ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ബി മാക്സ് കോൺസ്റ്റന്റ് ആണോ അല്ലയോ എന്നാണ്. ആൻഡ് ദെൻ യു ഹാവ് ടു കണ്ടിന്യൂ വിത്ത് ദ പ്രോബ്ലം. മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 6. എന്താണ്? കണ്ടീഷൻസ് ഓഫ് പാരലൽ ഓപ്പറേഷൻ ഓഫ് ട്രാൻസ്ഫോമേഴ്സ് ആർ. പാരലൽ ഓപ്പറേഷൻസിന്റെ കണ്ടീഷൻ 5 കണ്ടീഷൻസ് ഉണ്ട്. ചോദ്യം, വിച്ച് ആർ ദ അബ്സല്യൂട്ട്ലി എസെൻഷ്യൽ കണ്ടീഷൻസ്. ഓക്കെ. എസെൻഷ്യൽ കണ്ടീഷൻസ് ഏതൊക്കെ എന്നതാണ് ചോദ്യം. നമുക്ക് ഓരോരോ ഓപ്ഷൻ ആയിട്ട് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് ദ സെയിം വോൾട്ടേജ് റേഷ്യോ. സി വോൾട്ടേജ് റേഷ്യോ സെയിം ആവണമെന്നുണ്ടോ? വോൾട്ടേജ് റേഷ്യോ സെയിം ആവണം എന്നില്ല. വൈ? സി assume there are 2 transformers. Okay. This transformer is supplying a load and another transformer. This is connected in parallel. ഇങ്ങനെ. ഓക്കെ. അതായത് ഈ ഒരു ലോഡിനെയാണ് ഈ 2 ട്രാൻസ്ഫോമറും they are supplying the load. ആദ്യത്തെ ട്രാൻസ്ഫോമർ let it be 100 by 400. The second transformer let it be 200 by 400. അപ്പൊ നോക്കുക, ഇവിടെ വോൾട്ടേജ് റേഷ്യോ സെയിം ആണോ? അല്ല. ആദ്യത്തെ കേസിൽ വോൾട്ടേജ് റേഷ്യോ ഈസ് 4. സെക്കൻഡ് കേസിൽ വോൾട്ടേജ് റേഷ്യോ ഈസ് 400 by 200, ദാറ്റ് ഈസ് 2. അതായത് വോൾട്ടേജ് റേഷ്യോ എന്താണ്? വേറെ വേറെയാണ്. പക്ഷെ നമ്മൾ പാരലൽ ചെയ്യുന്ന സൈഡിൽ ദ വോൾട്ടേജ് ഷുഡ് ബി സെയിം. അപ്പൊ വോൾട്ടേജ് സെയിം ആവണം എന്നേ ഉള്ളൂ. വോൾട്ടേജ് റേഷ്യോ സെയിം ആവണം എന്നുള്ള കണ്ടീഷൻ does not exist. So first option is wrong. What is the second option? The same per unit impedance. See, per unit impedance same ആവണം എന്നില്ല. പക്ഷെ സെയിം ആയാൽ ഇറ്റ് ഈസ് ഗുഡ്. പെർ യൂണിറ്റ് ഇമ്പിഡൻസ് സെയിം ആയാൽ എന്താ സംഭവിക്കുക? ലോഡ് ഷെയറിംഗ് വിൽ ബി പെർഫെക്റ്റ് അല്ലേ? ലോഡ് ഷെയറിംഗ് പെർഫെക്റ്റ്. അതായത് പെർ യൂണിറ്റ് ഇമ്പിഡൻസ് സെയിം അല്ലെങ്കിൽ നമുക്ക് പാരലലി ട്രാൻസ്ഫോമറിന് വർക്ക് ചെയ്യാൻ സാധിപ്പിക്കും. പക്ഷെ അത് ഈക്വൽ
അതായത് ആ ട്രാൻസ്ഫോമേഴ്സിന്റെ KVA ബേസിസ് ആയിട്ട് അവർ ലോഡ് ഷെയർ ചെയ്യണം എന്നില്ല. അതായത് ഫോർ എക്സാമ്പിൾ, assume there is a load of 3 KVA. ആദ്യത്തെ ട്രാൻസ്ഫോമർ 2 KVA ആണ്. ദ സെക്കൻഡ് ട്രാൻസ്ഫോമർ ഈസ് 1 KVA. ഓക്കെ, അപ്പോൾ ഈ 3 KVA ലോഡ് ഈ ട്രാൻസ്ഫോമർ 2 KVAയും ഈ ട്രാൻസ്ഫോമർ 1 KVAയും സപ്ലൈ ചെയ്യണമെങ്കിൽ ഈ രണ്ട് ട്രാൻസ്ഫോമറിന്റെ PU ഇംപിഡൻസ് ഷുഡ് ബി സെയിം. അങ്ങനെ സെയിം അല്ല എങ്കിൽ ഈ ലോഡ് ഷെയറിംഗ് വിൽ നോട്ട് ബി പ്രൊപ്പോർഷണൽ ടു ദെയർ KVA. അപ്പോൾ പെർ യൂണിറ്റ് ഇംപിഡൻസ് സെയിം അല്ല എങ്കിലും യു ക്യാൻ put the transformers in parallel. പക്ഷെ ആകെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. എന്താണ്? ലോഡ് ഷെയറിംഗ് വിൽ നോട്ട് ബി പ്രൊപ്പോർഷണൽ ടു ദെയർ റെസ്പെക്റ്റീവ് KVA. അപ്പോൾ ദിസ് ഓപ്ഷൻ ഈസ് ഓൾസോ റോങ്. വൈ? ബിക്കോസ് നമുക്ക് വേണ്ടത് വി ഓൺലി വാണ്ട് എസെൻഷ്യൽ കണ്ടീഷൻസ്. ഓക്കെ, അപ്പൊ ഇതൊരു എസെൻഷ്യൽ കണ്ടീഷൻ അല്ല, ബട്ട് ദിസ് ഈസ് എ ഡിസൈറബിൾ കണ്ടീഷൻ. ഇത് ഉണ്ടായാൽ വി ആർ ഹാപ്പി. ഉണ്ടായിട്ട് ഇല്ലെങ്കിലും there is no problem, we can put the transformers in parallel. എന്താണ് ഓപ്ഷൻ നമ്പർ 3? the same polarity. Yes, polarity same. Polarity should be always same. Why? Otherwise it will be a dead short circuit. നെക്സ്റ്റ് എന്താണ്? സെയിം ഫേസ് സീക്വൻസ്. അതെ, ഫേസ് സീക്വൻസും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ആദ്യത്തെ ട്രാൻസ്ഫോമർ RYB ആണെങ്കിൽ സെക്കൻഡ് ട്രാൻസ്ഫോമർ ഷുഡ് ഓൾസോ ബി കണക്റ്റഡ് ഇൻ ദ സെയിം ഫേസ് സീക്വൻസ് RYB. ഇല്ലെങ്കിലോ again there will be dead short circuit. എന്താണ്? the fifth one is relative phase displacement. അല്ലെ, relative phase displacement. ഇതും എന്താണ്? this is also a essential condition. അതായത് ഫേസ് എപ്പോഴും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഇവിടെ നോക്കുക, വെക്ടർ ഗ്രൂപ്പ് സെയിം ആയിരിക്കണം എന്നില്ല, നമുക്ക് ഫേസ് മാത്രം സെയിം ആയാൽ മതി. അതായത് നമുക്കൊരു ഡെൽറ്റ ട്രാൻസ്ഫോമറിനെയും ഒരു സ്റ്റാർ ട്രാൻസ്ഫോമറിനെയും വി ക്യാൻ കണക്ട് ഇറ്റ് ഇൻ പാരലൽ. അല്ലെ, വി ക്യാൻ കണക്ട് ഇറ്റ് ഇൻ പാരലൽ. കാരണം എന്താ? ഡെൽറ്റ ട്രാൻസ്ഫോമറിൽ ഏതൊക്കെയാണ് പോസിബിൾ ഫേസ് ഡിസ്പ്ലേസ്മെന്റ്? ഇറ്റ് ഈസ് 0 and 180 ഡിഗ്രി. സ്റ്റാറിലോ again ഇറ്റ് ഈസ് 0 and 180 ഡിഗ്രി. അപ്പോൾ രണ്ട് കേസിലും 0 ഡിഗ്രി ഫേസ് ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ വി ക്യാൻ കണക്ട് ഡെൽറ്റ ആൻഡ് സ്റ്റാർ ട്രാൻസ്ഫോമേഴ്സ് ഇൻ പാരലൽ. ഇവിടെ ഒരു 6 ഓപ്ഷൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ദാറ്റ് മീൻസ് ഫോർ വെക്ടർ ഗ്രൂപ്പ് ഷുഡ് ബി സെയിം, ദാറ്റ് വുഡ് ബി റോങ്. നമുക്ക് സെയിം വെക്ടർ ഗ്രൂപ്പ് ആവണം എന്നില്ല. വി വാണ്ട് ഓൺലി ദ ഫേസ് ഡിസ്പ്ലേസ്മെന്റ് ഷുഡ് ബി സെയിം. ഓക്കെ, സോ ഇവിടെ ആൻസർ എന്താണ്? ഓപ്ഷൻ 3, 4 and 5. സോ ഓപ്ഷൻ C is the correct value. ഓപ്ഷൻ C 3, 4 and 5. ഓക്കെ, ഇവിടെ ഓപ്ഷൻ 2 it is not a essential one, it is a desirable one. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 6. നൗ മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 7. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓട്ടോ ട്രാൻസ്ഫോമർ. അല്ലേ, സി എ 2-winding 220 volt 110 volt 1.5 kVA transformer is reconnected as a 220 volt 330 volt auto transformer. It is re-rated as. സി ഒരു 2-winding ട്രാൻസ്ഫോമറിനെ ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ ആയിട്ട് റീവൈൻഡിങ് ചെയ്യുമ്പോൾ what will be the KVA? The KVA will be, KVA of auto transformer will be KVA of 2-winding transformer by 1 minus K. എന്താണ് 1 minus K? What is K? K is low voltage winding by high voltage of what? Of auto transformer. Of what? Of auto transformer. അപ്പോൾ ഇവിടെ our auto transformer is 220 volt by 330 volt അല്ലേ. അപ്പോൾ K ന്റെ വാല്യൂ എന്താണ്? What is transformation ratio K? It is low voltage winding by high voltage. So low voltage is 220, high voltage is 330. So K will be 2/3. So what is the KVA rating of auto transformer?
KVA rating of two winding transformer, that is 1.5 KVA by 1 minus 2 by 3, or 1.5 by 1 by 3, or 1.5 into 3. So the answer will be 4.5 KVA. Answer will be 4.5 KVA. Okay. See, if formula valid, നമ്മൾ ഒരു ടു വൈൻഡിങ് ട്രാൻസ്ഫോമറിനെ ഓട്ടോ ട്രാൻസ്ഫോമർ ആക്കി കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ രണ്ട് രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം കേട്ടോ. ഐദർ ഇൻ അഡിറ്റീവ് പൊളാരിറ്റി or in subtractive polarity. This formula is valid only for additive polarity. Only for additive polarity. നമ്മളെ PSCയിലും നമ്മളെ ക്വസ്റ്റ്യൻസിലെല്ലാം യൂഷ്വലി അവർ ചോദിക്കുന്നത് അഡിറ്റീവ് പൊളാരിറ്റി ആണ്. സോ അത് മാത്രമേ ഇവിടെ ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ. സോ മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 8. Again, auto transformer. An auto transformer having a transformation ratio of 0.8. That means K ന്റെ value എന്താണ്? It is 0.8. Supplies a load of 10 kilowatt. The power transferred inductively from the primary to secondary is. See, we know auto transformer, ഒരു സാധാരണ ട്രാൻസ്ഫോമറിൽ power is transferred only inductively. But ഒരു ഓട്ടോ ട്രാൻസ്ഫോമറിൽ പവർ is transferred via two methods. ഏതൊക്കെയാണ്? One is inductively and the other one is conductively. Okay, and the other one is conductively. So power transfer or KVA inductively is always equal to 1 minus K into total KVA. അതേപോലെ KVA conductively is equal to K into total KVA. അപ്പോൾ ഇതാണ് പവർ ട്രാൻസ്ഫോംഡ് ഇൻഡക്റ്റീവ്ലി ആൻഡ് കണ്ടക്റ്റീവ്ലി. ഇവിടെ ഓർത്തിരിക്കുക, ഇവിടെ ഐ വരുമ്പോൾ ഇവിടെ ഇറ്റ് ഈസ് സെയിം ആസ് 1. ഓക്കെ, അപ്പോൾ ഓർത്ത് ഇരിക്കാൻ എളുപ്പമാണ്. ബോത്ത് സൈഡ്സിൽ എന്താണ്? ഇറ്റ് ഈസ് ആസ് 1 1. So KVA inductively is always equal to 1 minus K into total KVA, and KVA conductively is equal to K into total KVA. ഓർക്ക എന്താണ് K? K is transformation ratio of auto transformer, but it is always low voltage by high voltage. Okay, so K value will be always less than 1. It will be always less than 1. ഒരിക്കലും അതിനെ ഹൈ വോൾട്ടേജ് ബൈ ലോ വോൾട്ടേജ് എന്ന് എടുക്കരുത്. ഓക്കെ, സോ ഇവിടെ ചോദ്യം പവർ ട്രാൻസ്ഫേർഡ് ഇൻഡക്റ്റീവ്ലി ആണ്. സോ വാട്ട് ഈസ് KVA ഇൻഡക്റ്റീവ്ലി? ഇറ്റ് ഈസ് 1 minus K into total KVA. So 1 minus 0.8 into total KVA എത്രയാ? It is 10. So 1 minus 0.8 is 0.2 into 10, or it is 2 kilowatt. So answer will be 2 kilowatt. അതായത് out of 10 kilowatt, 2 kilowatt is transferred inductively and the rest 8 kilowatt is transferred conductively. Okay, അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 9. A 4 kVA 400 volt by 200 volt single phase transformer has a resistance of 0.02 pu and reactance of 0.06 pu. Okay, ഇവിടെ reactance ആണ് കേട്ടോ. It is reactance. The resistance and reactance referred to high voltage side R. അപ്പോൾ എന്താണ്? RPU is 0.02, XPU is 0.06. നമ്മളോട് ചോദ്യം ആക്ച്വൽ റെസിസ്റ്റൻസ് ആൻഡ് റിയാക്ടൻസ് വാല്യൂ റെഫേർഡ് ടു ഹൈ വോൾട്ടേജ് സൈഡ് എന്തായിരിക്കും എന്നതാണ് ചോദ്യം. സോ വി നോ വാട്ട് ഈസ് PU ഇംപിഡൻസ്.
It is actual impedance by base impedance. അപ്പോൾ എന്താണ് ആക്ച്വൽ ഇംപിഡൻസ്? ഇറ്റ് ഈസ് PU വാല്യൂ ഇൻറ്റു ബേസ് ഇംപിഡൻസ്. ഇനി ബേസ് ഇംപിഡൻസിന് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ബേസ് വോൾട്ടേജ് അല്ലെ, ബൈ ബേസ് കറണ്ട്. ഇംപിഡൻസ് അല്ലേ, സോ ഇംപിഡൻസ് ഈസ് V/I. സോ ഇറ്റ് വിൽ ബി PU ഇൻറ്റു V/I. ഇനി ഞാൻ ഇവിടെ ചെയ്യുന്നത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററിൽ ഐ ആം മൾട്ടിപ്ലൈയിങ് ബൈ വി. അപ്പോൾ എന്ത് വന്നു? ആക്ച്വൽ ഇംപിഡൻസ് വാല്യൂ. ആക്ച്വൽ ഇംപിഡൻസ് വിൽ ബി PU ഇൻറ്റു V സ്ക്വയർ ബൈ VI അല്ലെ. ഈ VIനെ ഞാനിവിടെ എഴുതുന്നത് VA ആണ് അല്ലെ. നോർമലി നമ്മൾ പറയാ KVA VA അല്ലേ. സോ PU ഇൻറ്റു V സ്ക്വയർ ബൈ VA. അപ്പോൾ ഇതാണ് ആക്ച്വൽ ഇംപിഡൻസ് കാണാനുള്ള ഫോർമുല. അപ്പോൾ എൻ്റെ ആക്ച്വൽ റെസിസ്റ്റൻസ് വാല്യൂ എന്താണ്? ആക്ച്വൽ റെസിസ്റ്റൻസ് വാല്യൂ വിൽ ബി PU ഇൻറ്റു V സ്ക്വയർ ബൈ VA. വാട്ട് ഈസ് PU വാല്യൂ? ഇറ്റ് ഈസ് 0.02 ഇൻറ്റു V സ്ക്വയർ. ഏത് V ആണ്? 400 V ആണോ അതോ 200 V ആണോ? See, they have specified referred to high voltage side. High voltage side refer ചെയ്തിട്ടുള്ള റെസിസ്റ്റൻസ് വാല്യൂസ് ആണ്. Therefore ഞാൻ ഇവിടെ എടുക്കുന്നത് ഹൈ വോൾട്ടേജ് ആണ്, ദാറ്റ് ഈസ് 400 V സ്ക്വയർ, അതായത് 400 ഇൻറ്റു 400 ബൈ VA. VA is 4 kVA, അതായത് 4000. സോ ഇതിനെ ക്യാൻസൽ ചെയ്താൽ 0 cancelled. So you will get 0.02 into 40 or 0.2 into 4 or 0.8 ohm. So actual value of resistance is 0.8 ohm. And then actual value of reactance. Actual value of reactance is again the same thing, like PU into V square by VA. PU value is 0.06. or 0.6 into 4 or 2.4 ohm. So the answer will be 0.8 ohm and 2.4 ohm. Answer will be option B, 0.8 ohm and 2.4 ohm. Okay. അപ്പോൾ PU വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ജസ്റ്റ് ഇതിന്റെ ബേസിക്സ് മാത്രം അറിഞ്ഞിരുന്നാൽ റെസ്റ്റ് വി ക്യാൻ ഫൈൻഡ് ഇറ്റ് ഔട്ട്. ഓക്കെ. ഇനി ഇത് ആക്ച്വൽ വാല്യൂ ആണ് കേട്ടോ. പക്ഷെ PU വാല്യൂ റെഫേർഡ് ടു പ്രൈമറി സൈഡ് ആൻഡ് റെഫേർഡ് ടു സെക്കൻഡറി സൈഡ്, PU വാല്യൂസിന് എന്ത് ഉണ്ടാവില്ല? മാറ്റമൊന്നും സംഭവിക്കില്ല. ആക്ച്വൽ വാല്യൂസിന് മാത്രമാണ് മാറ്റം സംഭവിക്കുക. PU വാല്യൂ വിൽ ബി ഓൾവേസ് സെയിം വെദർ ഓൺ HV സൈഡ് ഓർ LV സൈഡ്. ഇതാണ് PU വാല്യൂവിന്റെ ഒരു അഡ്വാൻറ്റേജ് കൂടെ ആണ് കേട്ടോ ഇത്. So this was question number 9th and last question number 10. A delta connected transformer is connected to VV. VV means open delta, le? Open delta connected transformer. The ratio of VA rating of open delta transformer to delta transformer is. അപ്പോൾ നമ്മളെ delta ട്രാൻസ്ഫോമറിൽ ഇതാണ് ഡെൽറ്റ ട്രാൻസ്ഫോമർ അല്ലെ. ഇവിടെ എന്തുണ്ട്? 3-phase സപ്ലൈ ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 3-phase ലോഡ്. ഓക്കെ. അപ്പോൾ ഇത് 3 3-phase ട്രാൻസ്ഫോമറിന്റെ ഒരു 3-phase ബാങ്ക് ആണെന്ന് അസ്യൂം ചെയ്യാം. And from the supply to load, the power is transformed through this delta transformer. ഇനി ഒരു എമർജൻസി കേസിൽ ഒരു ട്രാൻസ്ഫോമർ ഫാൾട്ടി ആയി പോവുകയാണെങ്കിൽ ഓക്കെ, ഇവിടെ എന്താണ്? ഒരു ട്രാൻസ്ഫോമർ ഫാൾട്ട് ആയി എന്ന് വിചാരിക്കുക. ദാറ്റ് മീൻസ് ലെറ്റ് us assume ഈ ഒരു ട്രാൻസ്ഫോമറിൽ there is some fault.
ഈ ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ് എന്ത്? ഓപ്പൺ ഡെൽറ്റ കണക്ഷൻ. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ഓപ്പൺ ഡെൽറ്റ കണക്ഷൻ. ഇവിടെ okay, so it is a normal delta transformer and this is a open delta transformer. Okay, അപ്പോൾ ഓപ്പൺ ഡെൽറ്റ ട്രാൻസ്ഫോമറിൽ ഒരു നോർമൽ ഡെൽറ്റ ട്രാൻസ്ഫോമർ ആണെങ്കിൽ how much power it can supply or how much kVA it can supply? It can supply 3 V phase I phase അല്ലേ? It is a normal 3 phase load. ഇനി ഒരു ഓപ്പൺ ഡെൽറ്റ ആണെങ്കിൽ, if it is a open delta, the power which it can supply is √3 V phase I phase. It is √3 V phase I phase. അപ്പോൾ ഇത് എങ്ങനെ വന്നു എന്നൊന്നും ഞാനിവിടെ പറയുന്നില്ല, but remember this, it is √3 V phase I phase. അപ്പോൾ ചോദ്യം എന്താണ്? The question is KVA of open delta to KVA of delta. So KVA of open delta to KVA of delta, that will be √3 V phase I phase by 3 V phase I phase. So this will be 1 by √3 or 0.57 or 57% വരും കേട്ടോ. It is 57%. ഇനി ഇവിടെ വരാവുന്ന വേറൊരു ചോദ്യം, it is to find out utilization factor. Utilization factor എന്ന് വെച്ചാൽ KVA of open delta by available KVA. What is KVA of open delta? It is √3 into V phase I phase. What is available KVA? See, ഇവിടെ ഓപ്പൺ ഡെൽറ്റന്റെ കേസിൽ I have only 2 phase അല്ലേ? എത്ര ഫേസ് ഉണ്ട്? 2 phase ഉണ്ട്. അപ്പോൾ 2 phase ഉള്ളൂ. സോ എത്ര KVA ആണ് എനിക്ക് മാക്സിമം അവൈലബിൾ? ഇറ്റ് ഈസ് 2 V phase I phase. അതായത് ഓരോരോ ഫേസിൽ V phase I phase. സോ 2 phase ഉള്ള കാരണം it will be 2 V phase I phase. So utilization factor will be √3 by 2, or it is 0.86, or it is 86% എന്ന് വരും. Okay, so KVA of open delta by KVA of delta transformer ചോദിച്ചാൽ it is 57% and utilization factor it is 86%. ഓർത്തിരിക്കുക, the KVA of open delta is always √3 V phase I phase. So ഇവിടെ answer it is 57.7%. They are asking KVA of open delta to delta connected transformer. Okay, so ഇത്രയുമാണ് ഇന്നത്തെ ചോദ്യങ്ങൾ. So next we will cover module number 5. Thank you all and see you all in next class. Okay.